നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾക്ക് എപ്പോഴും പണി ഇരുട്ടടി പോലെ കിട്ടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ബി.ജെ.പി NDAയിലെ അവരുടെ സഖ്യകക്ഷികളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയും, അതുപോലെ തന്നെ അകാലിദളിന് സംഭവിച്ച ദുരിതാവസ്ഥയും, അതുപോലെ തന്നെ ബിജു ജനതാദളിന് ഇപ്പോൾ എന്ത് പറ്റി എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അറിയാം. ഇനി വൈകാതെ പിളരാൻ പോകുന്ന പാർട്ടി തെലുങ്ക് ദേശം പാർട്ടിയും ഐക്യ ജനതാദളുമാണ്. ഐക്യ ജനതാദൾ പിളർപ്പിൻ്റെ വക്കിലേക്കാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ പോകുന്നു, അഥവാ BJP ഭീഷണിപ്പെടുത്തി ഒഴിക്കാൻ പോവുകയാണ്. സാമ്രാട്ട് ചൗധരി എന്ന, നമുക്കറിയാം, ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വായിൽ എന്തോ ലഹരി വസ്തു ചവയ്ക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇനി അദ്ദേഹമാണ് ബീഹാറിനെ നയിക്കാൻ പോകുന്നത്. എന്തായിരിക്കും ബീഹാറിൻ്റെ ഭാവി എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. BJP എല്ലാ രീതിയിലും പിടിമുറുക്കിയിരിക്കുകയാണ്. ഐക്യജനതാദളിലെ പല MLA-മാരെയും BJP ചാക്കിട്ട് പിടിച്ച് അവരെ രാജിവെപ്പിക്കുകയോ അവരെ ഭീഷണിപ്പെടുത്തി BJP-യിലേക്ക് എത്തിക്കുകയോ ഒക്കെ ചെയ്യും. കോൺഗ്രസിൻ്റെ പല MLA-മാരെയും അവരെ ഭീഷണിപ്പെടുത്തി എത്തിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും BJP-യുടെ പരിപാടികൾ നടക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നിതീഷിനെ പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ BJP ശ്രമിക്കുകയാണ്. അതുവഴി BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കുക, വർഷങ്ങളായുള്ള ചിരകാല ആഗ്രഹം അങ്ങനെ സഫലമാക്കാൻ വേണ്ടിയുള്ള BJPയുടെ പ്ലാൻ. മഹാരാഷ്ട്രയിൽ അവർക്ക് വളഞ്ഞ വഴി കൂടെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. ബീഹാറിലിപ്പോൾ വളഞ്ഞ വഴിയിലൂടെ അതും കിട്ടി. ഒന്ന് നോക്കൂ, ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഏതെല്ലാം മാറിയ കളികൾ കളിച്ചിട്ടാണ് BJP ഓരോരുത്തും ഭരണത്തിൽ വരുന്നത്. രാജ്യസഭയിൽ ആം ആദ്മിയുടെ നേതാവായ രാഘവ് ചന്ദ പറഞ്ഞ ഒരു വാക്കുണ്ട്: ഇന്ത്യയിൽ റേഷനരി വാങ്ങിക്കാൻ പോലും ഒരാളുടെ വിരലടയാളം മാർക്ക് ചെയ്തതിന് ശേഷമേ റേഷനരി കൊടുക്കുകയുള്ളൂ. അതായത് ബയോമെട്രിക്സ് നോക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇലക്ഷൻ പ്രക്രിയയിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നവരുടെ ബയോമെട്രിക്സ് പരിശോധിക്കുന്നില്ല? അങ്ങനെ ചെയ്താൽ BJPക്ക് ഈ വല്ല കള്ളക്കളിയും നടത്തിയ അധികാരത്തിൽ ഓരോ സംസ്ഥാനത്തും എത്താൻ കഴിയുമോ? ഇല്ലേ ഇല്ല. പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച സംസ്ഥാനങ്ങളിൽ BJPയുടെ വോട്ട് ഷെയർ എത്രയാണ്, സീറ്റ് എത്രയാണ്? സീറ്റ് വോട്ട് ഷെയർ പോലും പറയാൻ കൊള്ളാവുന്ന ഒരു വോട്ട് ഷെയർ ഇല്ല, 2 അക്കം കടക്കില്ല. തെലങ്കാനയിലും പഞ്ചാബിലും ഒന്നും BJPക്ക് ഒന്ന് പച്ച പിടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത്. പക്ഷേ ബീഹാറിലിപ്പോൾ കള്ളവഴിയിലൂടെ 90-ൽ കൂടുതൽ സീറ്റ് നേടിയ BJP അവർ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നിതീഷിനെ കെട്ടുകെട്ടിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗിനെ വരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഐക്യ ജനതാദൾ പിളരാൻ പോവുകയാണ്, തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. ഐക്യ ജനതാദൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തകർച്ചയുടെ വക്കിലായിരുന്നു. ഇത്തവണ പിടിച്ചു കയറിയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ BJPയുടെ വായ്ക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന തവളയുടെ അവസ്ഥയാണ് ഐക്യ ജനതാദളിന്.